ജനങ്ങളതിനെ വിധിയെഴുതാൻ പോകണം. കോൺഗ്രസ് ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തരംഗത്തിൻ്റെ വിധിയെഴുത്തി അടുത്തത് തന്നെ കേരളത്തിലുണ്ടാകാൻ പോവുകയാണ്. ശബരിമല സ്ത്രീ പ്രവേശനം തൊട്ട് അവിടുത്തെ എല്ലാ അടിച്ചു മാറ്റുന്ന ഒരു സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ എല്ലാം രക്ഷിക്കാനുള്ള എല്ലാ നടപടികളും പിണറായിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഇവർക്ക് ഭരിക്കുക, ഇവർക്ക് അടിച്ചു മാറ്റുക, ഇവിടെ ജനങ്ങളുടെ കാര്യങ്ങളിലേക്കൊന്നും ഇവർക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല. അപ്പോൾ ബംഗാളിലേക്കും കഷ്ടമായി പോകും ഒരു തൊഴിലുറപ്പ് നടത്തി കഴിഞ്ഞാൽ. നമ്മളെ പോലെ ആൾക്കാരുടെ നിന്ന് മേടിച്ച് ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് ഞങ്ങൾ കൊടുത്തു ഇവരുടെ തന്നെ കുടുംബത്വം എല്ലാം കൊണ്ട് കുറ്റിട്ടാണ് അവരെല്ലാം കൊടുക്കുന്നത്. ഒരു നേതാക്കന്മാരുടെ കുടുംബത്തിന് കൂടി ആർക്കും വേണ്ടി ഒന്നും ആരും ചെയ്യുന്നില്ല. ഇത്തവണ കേരളം ആര് ഭരിക്കും? കേരളം ഈ പ്രാവശ്യം കോൺഗ്രസ് ഭരിക്കും. കോൺഗ്രസിൻ്റെ അതിൻ്റെ ഒരു തരംഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ജനങ്ങളതിനെ വിധിയെഴുതാൻ പോകണം. കോൺഗ്രസ് ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തരംഗത്തിൻ്റെ വിധിയെഴുത്തി അടുത്തത് തന്നെ കേരളത്തിലുണ്ടാകാൻ പോവുകയാണ്. കാരണം ഈ പിണറായി സർക്കാർ ഭരിച്ച് ഇവരെ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന ശബരിമല സ്ത്രീ പ്രവേശനം തൊട്ട് അവിടുത്തെ എല്ലാ അടിച്ചു മാറ്റുന്ന ഒരു സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ എല്ലാം രക്ഷിക്കാനുള്ള എല്ലാ നടപടികളും പിണറായിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. കാരണം സാധാരണപ്പെട്ട ഒരു കള്ളൻ ഇവിടെ കട്ട് കഴിഞ്ഞാൽ അവനെ എത്ര നാൾ ജയിലിൽ കിടക്കണം, അവന് എന്തെല്ലാം പീഡനങ്ങൾ ലഭിക്കണം. ഇതിപ്പോൾ ഇവരുടെ നേതാക്കന്മാരും സഖാക്കളും ആയതുകൊണ്ട് ഈ കേസുകളെല്ലാം മുന്നോട്ട് ഇതെല്ലാം വെറും പ്രഹസനമായിട്ട് മാറുകയുള്ളൂ. ഇതൊന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പരിപാടികളാണ് ഇത് മുഴുവൻ. കാരണം ഇലക്ഷൻ വരുമ്പോൾ ഇവർ ഓരോ പ്രഖ്യാപനമായിട്ട് ഇങ്ങനെ നടക്കും. നമുക്ക് സിദ്ധാരം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ എത്രയോ ചെറുപ്പക്കാർ പണിയില്ല നടക്കും. കൂടി എത്രയോ ചെറുപ്പക്കാർ വിദ്യാഭ്യാസമുള്ള ഈ നാട്ടിൽക്കൂടെ നടക്കുന്നു. അവരുടെയൊക്കെ മനസ്സിൽ ആ വേദനകളില്ല. അതൊക്കെ ഈ ഇലക്ഷന് ശരിക്കും പ്രതിപാദിക്കും. യാതൊരു തർക്കവുമില്ല. അതുപോലെ എല്ലാ മേഖലയിലും നമുക്ക് ഇപ്പം തന്നെ ഒരു കടയിൽ ചെന്ന് നമുക്കൊരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം അവർ പറയുന്ന വിലയ്ക്ക് മേടിക്കുകയാണ്. ഇപ്പം തന്നെ അയർക്കും ഈ മൺറാട് തന്നെ ഉണ്ടായി. ഈ നോയമ്പേടിൽ വന്നപ്പം 1 കിലോ പോത്തിറച്ചിക്ക് 500 രൂപ വെച്ച് കടക്കാരൻ മേടിച്ചു. അവിടെയുള്ള ജനങ്ങളതിനെ എതിർത്തു, കട പൂട്ടി. ഇവിടുത്തെ സർക്കാർ ഇതിനൊക്കെ നേരത്തെ ഒരു മുൻകൈ എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള വിലക്കയറ്റങ്ങൾ ഈ നാട്ടിലുണ്ടാകുമായിരുന്നു. ഇവർക്ക് ഭരിക്കുക, ഇവർക്ക് അടിച്ചു മാറ്റുക, ഇവിടെ ജനങ്ങളുടെ കാര്യങ്ങളിലേക്കൊന്നും ഇവർക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല. ഇവർക്ക് എങ്ങനെയും ഇവിടെ ഒന്ന് ഭരിക്കണം, പിന്നെയും ഭരിക്കാൻ കയറി. ഇനിയിപ്പോൾ ഇവർ ഈ തുടർഭരണം എന്ന് പറയുന്നു. പക്ഷേ ബംഗാളിലേക്ക് ഇനി കഷ്ടമായി പോകും ഒരു തുടർഭരണം നടത്തി കഴിഞ്ഞാൽ. ബംഗാൾ മോഡൽ തന്നെ ഇവിടെ. ഇവർ നേരത്തെ എൻ്റെയൊക്കെ ഒറ്റനാൾ കേൾക്കായിരുന്നു, EMS ബംഗാളിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള തൊഴിലാളികളെല്ലാം ഫാക്ടറി പണിമുറക്കി പോകുമായിരുന്നുള്ളത്. ഇന്ന് അവിടുത്തെ അവസ്ഥ എന്നാ? അവിടുത്തെ ബംഗാളിൽ പണിഞ്ഞ ആൾക്കാർ ഇവിടെ നമ്മുടെ കേരളത്തിൽ വന്ന് ഇവിടെ ജീവിക്കുന്നു. ഇപ്പം കേരളം ബംഗാളായിട്ട് മാറിയിരിക്കുക. ഈ അവസ്ഥ എവിടെ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്ന ആരാ? ഈ ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഒരു മൈക്ക് കിട്ടിക്കരിക്കും വാരഹോര എന്തെല്ലാം പ്രസംഗിക്കുന്നു നമ്മുടെ അടുത്ത് പത്രത്തിനകത്ത്. ഇവരെന്തെല്ലാം പരസ്യങ്ങളാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ തന്നെ എന്തെല്ലാം പരസ്യങ്ങളാണ് അങ്ങോട്ട് അടിച്ചു വിടുന്നത്. ഇതൊക്കെ ആരുടെ പൈസ? ഇതൊക്കെ ഇതിനു വേണ്ടി ചിലവാക്കുന്ന എവിടെ നിന്ന് എടുക്കുന്നത്? ഖജാൻജിയിൽ നിന്ന് എടുക്കുന്ന ഇതൊക്കെ എടുത്ത് എവിടെ നിന്ന് ഉണ്ടാക്കുന്ന പൈസകളാണ് ഇതൊക്കെ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ നിന്നൊക്കെ മേടിക്കുന്ന പൈസയല്ലേ? ഇപ്പം തന്നെ അവർ ക്ഷേമ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. ഇവരൊന്നും ക്ഷേമ പെൻഷൻ ഇതൊക്കെ ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്ന പൈസകളല്ല. നമ്മളെ പോലെ ആൾക്കാരുടെ നിന്ന് മേടിച്ച് ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് ഞങ്ങൾ കൊടുത്തു ഇവരുടെ തന്നെ കുടുംബത്വം എല്ലാം കൊണ്ട് കുറ്റിട്ടാണ് അവരെല്ലാം കൊടുക്കുന്നത്. ഒരു നേതാക്കന്മാരുടെ കുടുംബത്തിന് കൂടി ആർക്കും വേണ്ടി ഒന്നും ആരും ചെയ്യുന്നില്ല. എന്നിട്ട് ഇപ്പോൾ ഒരു പാലം പണിതു, വലിയ ഉദ്ഘാടനം വെച്ച് ഞങ്ങൾ കൊണ്ടുവന്നു. ഞങ്ങളുടെ തന്നെ ഇവരുടെ വീട്ടിൽ നിന്ന് സ്വന്തം കുടുംബസ്വത്ത് വിറ്റിട്ട് പാലമൊന്നും പണിയുന്നില്ല. ഈ ജനങ്ങളുടെ പൈസ പിരിച്ചെടുത്ത് അല്ലെ അവൻ്റെ വേർപ്പിൻ്റെ പൈസ എല്ലാം വിളിച്ചെടുത്ത് ഈ പാലം ഉണ്ടാക്കി ചെറുപ്പം ഞങ്ങളിവിടെ പാലം കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടെങ്കിൽ തന്നെ ഞാൻ അതിനെ അഭിനന്ദിക്കും. കാരണം ഇങ്ങനെ കൊണ്ടുവരാനാണ് ഞാൻ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. അത് കൊണ്ടേ വെച്ചേച്ച് ഞാൻ കൊണ്ടുവന്ന് വരുന്ന കാര്യം ഇരിക്കുന്നത്. ഇതിനാ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിയാണല്ലോ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണം. അതാണ് ഇവിടെ ജനങ്ങളുടെ ആവശ്യം. പിണറായി ഭരണം മടുത്തു എന്നുള്ളതിൻ്റെ അവസ്ഥകളല്ലേ ഇപ്പം ചാനലിനകത്തെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തല്ലിയും കുത്തും കൊലയും കൊലപാതകവും. ഇവരുടെ പിന്നെ സർവീസ് ഭരണ ബാങ്കിൽ നമുക്ക് കൊണ്ട് പൈസ ഇടാൻ പറ്റുമോ? ഏതെങ്കിലും സർവീസ് ഭരണ ബാങ്കിൽ കൊണ്ട് പൈസ ഇട്ടാൽ നമുക്ക് നമ്മുടെ കാര്യം കട്ടപ്പോകയാം. യാതൊരു സംശയവുമില്ല. സഖാക്കൾ മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മളിതൊക്കെ പേപ്പറിലും ചാനലിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പഴയ കാലം പോലെ ഒന്നുമില്ല. മനുഷ്യൻ ബോധവാന്മാരാകൊണ്ട് ഇപ്പം പേടിച്ചാൽ എല്ലാവരും നിൽക്കുന്നത്. ഇട്ടവരെ ഉള്ളവനൊക്കെ ഇപ്പോൾ ഉള്ളതൊക്കെ അവർ വിദേശ രാജ്യത്തിട്ടാ ഒന്നും ഇവിടെ നേതാക്കന്മാർക്കും അല്ലേ എല്ലാവർക്കും അല്ലേ വിദേശത്ത് നല്ല നിക്ഷേപങ്ങളൊക്കെ. ഇവരൊക്കെ ആഴ്ചയിൽ മാസത്തിൽ പോകണ്ടല്ലോ. നമുക്ക് മെഡിക്കൽ കോളേജിൽ ചെന്ന് അവർ മരുന്ന് കുറിച്ച് കിട്ടാനുണ്ടോ? ഇവിടുത്തെ നേതാക്കന്മാർക്ക് അസുഖമാണ്, അവർ അമേരിക്കയിലാണ് പോണത്. എനിക്കോ ചാനലുകാർക്കോ ഇവിടെയുള്ള സാധാരണപ്പെട്ട കൃഷിക്കാരനോ അമേരിക്കയ്ക്ക് പോയി ചികിത്സയ്ക്ക് പറ്റുമോ? ഇവർക്ക് എന്തെങ്കിലും വന്നാൽ മൂക്കിപ്പനി വന്നാൽ പോലും അമേരിക്കയിലാണ് യാത്ര. നമ്മളോ മെഡിക്കൽ കോളേജിൽ ചെന്നാൽ ഒരു ഗുളികയ്ക്ക് കുറിച്ച് ചെന്നാൽ പോലും നമുക്ക് കിട്ടാനില്ലാത്ത അവസരം അവിടെ. എന്നിട്ട് ഇവിടെ കിടന്ന് നല്ല ഭരണമാണോ തുടർഭരണം വേണമെന്നൊക്കെ പറയുമ്പോൾ ഈ രാജ്യത്തെ ഈ കേരളത്തിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളൊന്നുമല്ല. അവരൊക്കെ അരിയാഹാരം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. പേപ്പർ വായിക്കുന്നവരാ, ചാനൽ കാണുന്നവരാ.
വാർത്തകളൊക്കെ അവർ പേപ്പറിൽ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് പോകണം ജനങ്ങൾ അവിടെയുള്ളവരല്ല. ഈ രാജ്യത്ത് ഈ തുടർഭരണം വന്നു കഴിഞ്ഞാൽ ഇവിടെ തീർന്നു, യാതൊരു സംശയവുമില്ല. കാരണം മുടിഞ്ഞു തരിപ്പണമായി പോകും കേരളം. കേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂപടത്തിൽ ഇല്ലാതെയാവും, യാതൊരു സംശയവുമില്ല. അങ്ങനെ ഇവിടെ കാണിക്കുന്ന അവസ്ഥകളാണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്നത്.